പെയ്യുന്ന രാപ്പകലുകൾ മനസ്സിന് കുളിർ നൽകുമ്പോൾ മനോഹരമായ നർമ്മങ്ങളുമായി ഞങ്ങൾ എത്തുന്നു. ഇത് Once Upon a Time വേർഷൻ 2.0. Once Upon a Time വേർഷൻ 2.0യുടെ ഈ ജൈത്ര യാത്ര ഇങ്ങനെ മനോഹരമായി മുന്നോട്ട് തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രേക്ഷകർക്ക് നന്ദിയും സ്നേഹവും നൽകിക്കൊണ്ട് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ സാരഥിയെ ശ്രീ രമേശ് പിഷാരടി. എല്ലാവർക്കും നമസ്കാരം. ഓരോ പരിപാടികൾക്കും ഒരു ആദ്യത്തെ എപ്പിസോഡുണ്ട്, പിന്നെ എപ്പിസോഡുകൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അതിൽ നല്ല പരിപാടികൾ കുറെ അധികം എപ്പിസോഡുകൾ പോകും. ചില പരിപാടികൾക്ക് ആളുകൾക്ക് അഭിപ്രായമില്ലെങ്കിൽ ആ പരിപാടികൾ ഇടയ്ക്ക് വെച്ച് അവർ ഉദ്ദേശിച്ചതിന് മുമ്പേ നിർത്തേണ്ടി വരും. ചില പരിപാടികൾ ഉദ്ദേശിച്ചെടുത്ത് നിർത്താൻ പറ്റില്ല, ആളുകൾക്ക് നല്ല അഭിപ്രായമുള്ളത് കൊണ്ട് അതിൽ കൂടുതൽ എപ്പിസോഡുകൾ ചെയ്യേണ്ടി വരും. ഒരു ചെറിയ കുട്ടിയായി സിനിമയിലെത്തുന്നു. ആ സിനിമയിലെത്തിയ ശേഷം 35 വർഷങ്ങൾ സിനിമയിൽ നിലകൊള്ളുന്നു. ഈ 35 വർഷങ്ങളിലും സിനിമകളിൽ അഭിനയിക്കുക എന്ന് പറയുന്നത് ഏറെ ശ്രമകരമായ ഒരു കാര്യമാണ്. മികച്ച സ്വഭാവ നടനുള്ള സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം നേടിയ ഞങ്ങൾക്കും നിങ്ങൾക്കും ഒരുപോലെ പ്രിയപ്പെട്ട ആ താരത്തെ ഫൺസ് അപ്പോൺ എ ടൈമിന്റെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം സുധീഷ്. സുധീഷ് ഏട്ടാ, ഫൺസ് അപ്പോൺ എ ടൈമിലേക്ക് സ്വാഗതം. താങ്ക് യു വെരി മച്ച്. എങ്ങനെയാണ് 35 വർഷവും സിനിമകളിൽ ഉണ്ടായത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ആദ്യമായിട്ട് അഭിനയിക്കാനാണ് ആഗ്രഹം. അപ്പം അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന വേഷങ്ങൾ കഴിയുന്ന വ്യത്യസ്തമായിട്ട് ഭംഗിയായിട്ട് ചെയ്ത് ഫലിപ്പിക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്യുന്ന തൊഴിൽ. അപ്പോൾ അതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടാവാം മിക്കവാറും അങ്ങനെ ഓരോ വർഷങ്ങളും സിനിമ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ കഴിഞ്ഞ വർഷം മികച്ച സ്വഭാവ നടനുള്ള അവാർഡ് ലഭിച്ചപ്പം ഞാൻ ഈ സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ പരിശോധിച്ചപ്പം അപ്പോഴാണ് ഒരുപാട് പേര് ആലോചിച്ചു, ഹേ ഇദ്ദേഹത്തിന് ഇപ്പോഴാണോ ഇത് കിട്ടുന്നത് എന്നൊരു ചോദ്യം വന്നു അല്ലേ? അങ്ങനെ തോന്നിയിട്ടുണ്ടോ? സുധീഷിന് തോന്നിയിട്ടുണ്ടോ? അല്ല, അത് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും അങ്ങനെ അവാർഡ് കിട്ടാൻ വേണ്ടിയിട്ടൊന്നും അഭിനയിച്ചിട്ടൊന്നുമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ വേഷങ്ങളും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുക, അത് ഡയറക്ടർ സഹായത്തോടു കൂടി നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ എൻ്റെ ആദ്യ കാലങ്ങളിൽ ഞാൻ ഒരുപാട് ശക്തമായ നല്ല വേഷങ്ങൾ നല്ല സംവിധായകരുടെ കീഴിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ സാറ്, അതുപോലെ സിറ്റി സാറ്. അപ്പോൾ ആ സമയത്തൊക്കെ ചില വേഷങ്ങൾ കണ്ടപ്പോൾ പല ആളുകളും എൻ്റെ ഫ്രണ്ട്സും നാട്ടുകാരൊക്കെ പറയാറുണ്ട്, ഇതിന് ചിലപ്പോൾ അവാർഡ് കിട്ടും കേട്ടോ എന്നൊക്കെ പറയാറുണ്ട്. അത് ചിലപ്പോൾ എല്ലാവരും പറയുന്നുണ്ടാവും, എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എന്നാലും അപ്പോൾ ആ സമയത്തൊക്കെ പ്രതീക്ഷ ഒന്നുമില്ല. കാരണം എനിക്കറിയാം അന്ന് വലിയ വലിയ നടന്മാരും വലിയ വലിയ താരങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്നതാണ് മലയാള സിനിമ. അപ്പോൾ നമ്മളതിൽ ചെറിയൊരാൾ, അപ്പോൾ അതുകൊണ്ട് എന്തായാലും അങ്ങനെ ലഭിക്കുമെന്ന് പ്രതീക്ഷയൊന്നുമില്ല. പക്ഷേ എന്താ പറയുക, ഇതൊരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല ഇത്തവണ കിട്ടുന്നുള്ളതായിരുന്നു. പക്ഷെ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കാലം നമ്മുടെ മലയാള സിനിമയിൽ നിൽക്കാൻ സാധിക്കുകയും ഇപ്പം ന്യൂജൻ യുഗങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളു, ന്യൂജൻ അഭിനയ രീതിയും കാര്യങ്ങളൊക്കെ മാറി. അപ്പം ഇങ്ങനൊരു കാലഘട്ടത്തിൽ ഈ ഒരു അംഗീകാരം കിട്ടിയത് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. സുധീഷിനെ സംബന്ധിച്ച് ഒരു കയറ്റിറക്കും എന്നൊന്നും എനിക്ക് പറയാനില്ല. വന്നപ്പോ തൊട്ട് നല്ല സ്റ്റഡി ആയിട്ട് ഇങ്ങനെ വിട്ടു പോകുന്നുണ്ട്. അതിന്റെ പരിപാടി എന്താണ്? അല്ല, അത് സ്റ്റഡി ആയിട്ട് പോകുന്നുണ്ടല്ലോ, സമാധാനമുണ്ട്. കാരണം ഇടയ്ക്ക് ഇറങ്ങി പോണില്ലല്ലോ, ഒരുപാട് കയറ്റില്ലെങ്കിലും. അപ്പോൾ അതൊരു സമാധാനമുള്ള പോക്കാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ എനിക്ക് ഈയിടെയായിട്ട് ഇപ്പം അന്നത്തെ കാലത്തൊക്കെ നമ്മുടെ ആ ഒരു ഏജിന്റെ പ്രത്യേകതയിൽ മിക്കവാറും ഒരേ ടൈപ്പുള്ള ക്യാരക്ടേഴ്സാണ് കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം ഒരുപാട് ഡിഫറൻസ് ആയിട്ടുള്ള വേഷങ്ങൾ ഇപ്പം ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ചിലപ്പോൾ ചെറുപ്പക്കാരനായാലും പ്രായമുള്ള ആളായിട്ടും മധ്യവയസ്കനായിട്ടും ഒക്കെ ഇപ്പൊ ലഭിക്കുന്നുണ്ട്. അതൊരു സന്തോഷം അല്ല, കാരണം ഈ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ കാലം കോളേജ് വിദ്യാർത്ഥിയായിട്ടുള്ള ഒരാള് സുധീഷ് ചേട്ടനാണ്. എനിക്ക് തീവണ്ടിയിൽ വന്നപ്പോഴാണ് ആദ്യമായിട്ട് സുധീഷ് ചേട്ടൻ ഒന്ന് പ്രായം വെളിപ്പെടുത്തിയ ഒരു വേഷം, വെളിപ്പെടുത്തല്ല കൂടുതലാണ് ചെയ്തേക്കുന്നത്. അതെ, അമ്മാവനായിട്ട്. അപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് താടിയൊക്കെ വെച്ചിട്ട് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ആ സമയത്ത് എന്താണെന്ന് വെച്ചാൽ തീവണ്ടിക്ക് മുമ്പ് ചെറിയ നല്ല ഗ്യാപ്പ് ഉണ്ടായിരുന്നു എനിക്ക് സിനിമയിൽ. അപ്പൊ ന്യൂജനിൽ ഒരുപാട് പുതിയ പുതിയ നടന്മാരും പുതിയ പുതിയ രീതിയിലുള്ള ആക്ടിങ്ങും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ നമുക്ക് അഭിനയിക്കാനുള്ള ത്വര മനസ്സിലുണ്ടാവുള്ളൂ. ഇങ്ങനെ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള പുതിയ കാലഘട്ടങ്ങളിൽ അതെന്താ നമുക്ക് ലഭിക്കാത്തതെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വളരെ അപ്രതീക്ഷിതമായിട്ട് ഒരു ഭാഗ്യം എന്നോണം തീവണ്ടിയിൽ എന്നെ വിളിക്കുന്നത്. അപ്പൊ ഞാനത് എന്താ പറയാ, അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് വളരെ നാച്ചുറലായിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും അത് അവതരിപ്പിച്ച് കാണിച്ചു. അങ്ങനെയാണ് ഈ ഒരു നെക്സ്റ്റ് ഒരു ഇതെന്ന് പറഞ്ഞു. സുധീഷ് ചേട്ടൻ്റെ കൂടെ എതിരെ എന്നുള്ള ചിത്രത്തിൽ എനിക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാനുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. കോമ്പിനേഷൻ സീൻസ് ഉണ്ടായിരുന്നില്ല, പക്ഷേ ഡബ്ബിംഗ് സ്റ്റുഡിയോയിൽ വെച്ച് അന്ന് നേരിട്ട് കണ്ടു പരിചയപ്പെടുകയൊക്കെ ചെയ്തു. അതിനുശേഷം ഇപ്പോഴും ഈ അടുത്ത കാലത്തും ഒക്കെയുള്ള എല്ലാ പുരസ്കാര വേദികളിലെ ഒരു പ്രധാനപ്പെട്ട അതിഥിയും പുരസ്കാര ജേതാവും ഒക്കെയാണ് നമ്മുടെ സുധീഷ് ചേട്ടൻ. നമുക്ക് അങ്ങോട്ട് ഇരിക്കാം. Time വേർഷൻ 2.0യുടെ വേദിയിൽ സ്റ്റാൻഡപ്പ് കോമഡിയുമായി എത്തുന്നു സ്റ്റാൻഡപ്പ് കൊമേഡിയൻ അമൽ ഫ്രം പൂനെ.
വൺസ് അപ്പോൺ എ ടൈം വേർഷൻ 2.0 സ്വാഗതം. താങ്ക് യു. പൂനെയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. പൂനെ കലക്കി കണ്ടാ? അതെ, പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അടുത്താണോ? അല്ല, എന്തായിരുന്നു അവിടെ പഠിച്ചത്? ഞാൻ ബിടെക് എഞ്ചിനീയറിംഗ്. ബിടെക് പഠിച്ചു. അപ്പൊ ആ ബിടെക് മേഖലയിൽ നിങ്ങളുടെ ക്ലാസ്സിലെ സുഹൃത്തുക്കൾക്കിടയിൽ നിങ്ങളാണ് ഏറ്റവും വലിയ കൊമഡിയൻ? അങ്ങനെയൊന്നുമില്ല. അല്ല, ആണ്. അല്ലാതെ ഇവിടെ വരില്ല അല്ലേ? ഞാൻ ലോക്ക്ഡൌൺ സമയത്ത് ജസ്റ്റ് ഒരു ഇൻട്രസ്റ്റിന്റെ പേരിൽ തുടങ്ങി. ആയിക്കോട്ടെ, നമുക്ക് കാണാം. നമസ്കാരം, എൻ്റെ പേര് അമൽ. പേര് പറയുമ്പോൾ ചിരിക്കല്ല, ചിരിക്കാനുള്ള വരാൻ പോണുള്ളൂ. എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് അവസ്ഥ. ഞാനിപ്പോൾ എന്തായാലും ഇവിടെ സ്റ്റേജിൽ വന്ന് പെർഫോം ചെയ്യണല്ലോ വിചാരിച്ചിട്ട് ഒരു പുതിയ ഷൂ ഒക്കെ മേടിക്കാൻ പോയി കടയിൽ കയറിയപ്പോൾ ഷൂസിൻ്റെ മുകളിൽ എൻ്റെ കഴിഞ്ഞ 2 മാസത്തെ സാലറി ഒക്കെ എഴുതി കണ്ടിരിക്കണത് ഞാൻ ഞെട്ടി. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞുകൂടാ, എനിക്ക് കുറച്ച് വില കുറഞ്ഞ ഷൂസ് എടുത്ത് കാണിച്ചാന്ന്. അവൻ പറയാ, നിന്റെ പെർഫോമൻസിനോ വലിയ വില ഉണ്ടാവാൻ പോണില്ല, അറ്റ്ലീസ്റ്റ് ഷൂ എങ്കിലും കുറച്ച് വില കൂടിയിരിക്കട്ടെ എന്ന്. അങ്ങനെ ഞാൻ അവനോട് ക്ഷമിച്ചു. അത് കഴിഞ്ഞിട്ട് അവൻ എനിക്ക് സ്പോർട്സ് ഷൂ എടുത്ത് കാണിച്ചു തരാം. ഞാൻ പറഞ്ഞോടാ, സ്പോർട്സ് ഷൂ അല്ല, എനിക്ക് സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ പറ്റിയ കാഷ്വൽ ഷൂസ് കാണിച്ചു തരാൻ പറഞ്ഞു. അപ്പോൾ കാഷ്വൽ ഷൂസ് ഇട്ടാൽ സ്റ്റേജിൽ നിൽക്കാനും പറ്റൂ, പരിപാടി കഴിഞ്ഞിട്ട് ഓടാൻ പറ്റില്ല എന്ന്. അവൻ എൻ്റെ ഉള്ളിലത്തെ റോക്കി ബൈനെ ഉണർത്തി. ഭൂമിയിലുള്ള എല്ലാ തമാശയും പെറുക്കിക്കൂട്ടി രമേശ് ചേട്ടൻ്റെ കാൽ കീഴിൽ വെക്കുമെന്ന് പറഞ്ഞിട്ട് ഇന്നിട്ടേ വിശ്രമിക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. പക്ഷെ വീട്ടിലെത്തി കിടക്കണ്ടപ്പോൾ ആദ്യം വിശ്രമിച്ചിട്ട് തമാശപ്പാന്ന് വിചാരിച്ചു. വിശ്രമിച്ച് കഴിഞ്ഞ് എൻ്റെ അനിയൻ സ്കൂളിലൊക്കെ പോണതല്ലേ, അവനോട് ഒരു ഡയറി ചോദിക്കാന്ന് വിചാരിച്ചു, ഒരു ബുക്ക് ചോദിക്കാന്ന് വിചാരിച്ചു എഴുതാൻ. അവനോട് ബുക്ക് ചോദിച്ചപ്പോൾ അവൻ പറയാം, ബുക്സ് ബുക്സ് ബുക്സ്, ഐ ഡോണ്ട് ലൈക്ക് ബുക്സ്, ഐ അവോയ്ഡ്. അപ്പം എനിക്ക് അധികം കാശ് സമ്പാദിക്കണം, റിച്ച് ആവണമെന്നൊന്നും എനിക്ക് ആഗ്രഹമില്ല. ഞാൻ എന്തെങ്കിലും സാധനം കണ്ട് ആഗ്രഹിച്ച് എനിക്ക് സ്വന്തമാക്കണം തോന്നിയാൽ അതിനുള്ള സാമ്പത്തികം വേണം, അത്രേ ഉള്ളൂ. എലോൺ മസ്ക് ട്വിറ്റർ മേടിച്ച പോലെ, അത്ര എൻ്റെ മനസ്സിലുള്ളൂ. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേട്ടൻ മോളുടെ കല്യാണം വിളിക്കാൻ വരുന്നത്. വെറൈറ്റി ഇൻവിറ്റേഷൻ കാർഡ് ആയിരുന്നു. നോക്കിയപ്പോൾ വി ഡോണ്ട് ആക്സെപ്റ്റ് ഗിഫ്റ്റ്, യുവർ പ്രസൻസ് ഈസ് അവർ ഗിഫ്റ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. ഗിഫ്റ്റ് ആക്സെപ്റ്റ് ചെയ്യില്ല എന്ന് വായിച്ചപ്പോൾ അച്ഛൻ്റെ മുഖത്ത് ഒരു ഇൻവെസ്റ്റ്മെന്റ് നഷ്ടപ്പെട്ട സങ്കടം ഞാൻ കണ്ടു. കൊടുത്താലേ തിരിച്ചു കിട്ടുള്ളൂ. പക്ഷെ എനിക്കൊരു പന്തികേട് തോന്നി. ഞാൻ വായിച്ചപ്പോൾ യുവർ പ്രസൻസ് ഈസ് അവർ ഗിഫ്റ്റ്, നിങ്ങളുടെ സാന്നിധ്യമാണ് ഞങ്ങളുടെ ഗിഫ്റ്റ്. എന്നിട്ട് എഴുതിയിരിക്കുക വി ഡോണ്ട് അക്സെപ്റ്റ് ഗിഫ്റ്റ്, ഗിഫ്റ്റ് വേണ്ടെന്ന്. നൈസായിട്ട് ചിലവ് ചുരുക്കാൻ വേണ്ടി കല്യാണത്തിന് വരണ്ട എന്ന് പറഞ്ഞാണോ എന്നൊരു ഡൗട്ട്. ഞാൻ പിന്നെ ഫുഡ് ഫ്രീ ആയിട്ട് കിട്ടണോണ്ട് ഞാൻ പോവാന്ന് വിചാരിച്ചു. പിന്നെ അമ്മ പറയാണ്, നമുക്ക് റിസപ്ഷന് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാന്ന്. കുറച്ച് കഴിഞ്ഞിട്ട് 2 കൊല്ലം മുന്നേ ഞങ്ങളുടെ വീട്ടിന്റെ പാലുകാച്ചലിന് ആരോ തന്ന ക്ലോക്ക് എടുത്തിട്ട് അമ്മ ഗിഫ്റ്റ് റാപ്പ് ചെയ്യാണ് കണ്ടു. എവിടേക്ക് മറക്കാനാണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. പക്ഷേ ഈ ചേച്ചി കല്യാണം കഴിക്കാൻ പോണ ചേച്ചി ഞങ്ങളായിട്ട് ഭയങ്കര ഫ്രണ്ട്ലിയാണ്. എൻ്റെ അനിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചേച്ചിയുടെ ഫോണിലാണ് ഗെയിം കളിക്കാൻ എപ്പോഴും പോകാറ്. പക്ഷെ ഇപ്പൊ ചേച്ചിയുടെ കല്യാണം തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ ചേച്ചി എപ്പോഴും ഔട്ട് ഓഫ് സർവീസും റൂമിങ്ങും ആണ്. ഇവന്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഫ്രീ ആയിട്ട് കിട്ടിക്കൊണ്ടിരുന്ന സർക്കാർ ജീവനക്കാരോട് നാളെ ഒരു ട്വിറ്ററിൽ ട്വീറ്റ് ചെയ്യണം, ഇങ്ങോട്ട് കാശ് തരണം എന്ന് പറഞ്ഞ അവസ്ഥയായി ഇവന്റെ. ഇതിന് മുമ്പ് ഞാൻ ഇങ്ങനെ ഹാർട്ട് ബ്രോക്കൺ ആയിട്ട് ഒരു വട്ടേ കണ്ടിട്ടുള്ളൂ. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ VPN കൂടെ കയറുന്ന സൈറ്റ്സ് ഇനി തൊട്ടിട്ട് സേവ് ചെയ്യണമെന്ന് ഗവൺമെന്റ് പറഞ്ഞു. അന്ന് ഹൃദയം പൊട്ടിപ്പോയിണ്ട് ഈ പാവത്തിന്റെ. ഒരു യൂട്യൂബിന്റെ ആഡ് പോലെ സ്മൂത്തായി പോയിക്കൊണ്ടിരുന്ന ഇവന്റെ ജീവിതം ഇപ്പൊ യൂട്യൂബിന്റെ വീഡിയോ പോലെ സ്റ്റക്കായി നിൽക്കുകയാണ്. അപ്പം ഇങ്ങനെ ഇരിക്കുമ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഈ ചേച്ചീനെ കല്യാണം കഴിക്കാൻ പോണ ചേട്ടൻ എനിക്ക് ഒരു വീഡിയോ അയച്ചു തന്നു. ഞാൻ നോക്കിയപ്പോൾ അതിൽ എഴുതിയിരിക്കുക സ്ട്രിക്ട്ലി 18+, 18 വയസ്സിന് മുകളിലൊരു മാത്രം കാണുന്നത്. എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റ് കൂടി. ഞാൻ തുറന്നു നോക്കി, എന്താ ഇവരുടെ പ്രീ വെഡിങ് ഫോട്ടോഷൂട്ട്. ഞാനൊരു കാര്യം പറയാം, പ്രീ വെഡിങ് ഫോട്ടോഷൂട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കല്യാണത്തിന് മുമ്പേ എടുക്കണ ഫോട്ടോഷൂട്ട്, അല്ലാണ്ട് കല്യാണം കഴിഞ്ഞിട്ട് ചെയ്യേണ്ട കാര്യങ്ങളുടെ ട്രെയിലർ ലോഞ്ച് അല്ല ഇത്. അത് ഓർത്ത് വെക്കണം. അങ്ങനെ ഇരിക്കുമ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് ഇവരെ എനിക്ക് കുറച്ച് ഫോട്ടോസ് അയച്ചു തന്നു, ഇവരുടെ സേവ് ദ ഡേറ്റ്. അപ്പോൾ ഈ സേവ് ദ ഡേറ്റ് ചിലവ് ചുരുക്കാൻ വേണ്ടിയാന്ന് തോന്നുന്നുണ്ട്. 10ാം ക്ലാസ്സിലെങ്ങാണ്ടോ പഠിച്ചപ്പോൾ എടുത്ത ഉടുപ്പൊക്കെ ഇട്ടിട്ടാണ് ഇവർ സേവ് ദ ഡേറ്റിന് ഫോട്ടോ എടുത്ത് വെച്ച് തരുന്നത്. അപ്പോൾ ഈ സേവ് ദ ഡേറ്റിൻ്റെ ഉത്ഭവം എവിടുന്നാന്ന് തപ്പാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നോക്കിയപ്പോൾ ഈ കാലാവസ്ഥാ നിരീക്ഷകർ പറയില്ലേ, ഇന്ന തീയതി സുനാമി വരും, ഇന്ന തീയതി ഭൂകമ്പം വരും എന്ന് പറഞ്ഞിട്ട് ആ സംഭവം തന്നെ ഇന്ന തീയതി എൻ്റെ ജീവിതത്തിൽ ഒരു ദുരന്തം നടക്കാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഒരു സേവ് ദ ഡേറ്റ് പഠിച്ചു വിടുന്നത്. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കല്യാണം കഴിച്ചു. സാധാരണ എല്ലാവരും പോലെ പോയി ഫുഡ് കഴിച്ച് അവിടെ കുറ്റം പറഞ്ഞു വന്നു ആൾക്കാരൊക്കെ. അപ്പോൾ അവിടെ ഒരു ചേട്ടൻ കല്യാണം വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വന്ന ചേട്ടൻ പെണ്ണുങ്ങളെ മാത്രം ഫോക്കസ് ചെയ്ത് നിൽക്കണു, കല്യാണമൊന്നും റെക്കോർഡ് ചെയ്യാനില്ല. എനിക്ക് ദേഷ്യം വന്നു. ഞാൻ ഈ ചേട്ടൻ്റെ വീഡിയോ എടുത്തിട്ട് ട്വിറ്ററിൽ ഇട്ടു. ഞാൻ പറഞ്ഞു, ഇത് ശരിയല്ല, ജോലിയാണെങ്കിൽ ആത്മാർത്ഥമായിട്ട് ചെയ്യണം, അല്ലാണ്ട് നിങ്ങൾ പെണ്ണുങ്ങളെ ഫോക്കസ് ചെയ്യലാന്ന്. ആ വീഡിയോ കയറി വൈറലായി. ആ ചേട്ടനാണ് ഇപ്പോൾ IPL വീഡിയോഗ്രാഫി ചെയ്യണേ. ഭയങ്കര എക്സ്പീരിയൻസ് ആണെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഇത് കഴിഞ്ഞപ്പോൾ എല്ലാവരും പോവാറായി. ചേച്ചി ഭയങ്കര കരച്ചില്. അപ്പം ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി തൊട്ടപ്പുറത്തെ വീട്ടിലേക്കല്ലേ പോണേ, എന്തിനീ കരയണമെന്ന്. ചേച്ചി പറയാം, മാറിക്കടച്ചക്ക, ഇവിടെ ഇൻസ്റ്റാഗ്രാമിൽ ഇടാൻ വേണ്ടി റീൽസ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ചേച്ചിയുടെ അമ്മയച്ഛനും കരയുണ്ട്. അതൊക്കെ കുറച്ചും കൂടി തിരിഞ്ഞപ്പോൾ എൻ്റെ അമ്മയച്ഛനും ഇരുന്ന് കരയണു. അപ്പുറത്തേക്ക് നോക്കിയപ്പോൾ എൻ്റെ അനിയൻ മരത്തുമ്മ തള്ളി ഇരുന്ന് കരയണു. ഞാൻ അവനോട് പോയി ചോദിച്ചുടാ, നീ എന്തിനാ കരയണേ? ചേട്ടാ PUBG ബാൻ ചെയ്തു, ചേട്ടാ PUBG ബാൻ ചെയ്തു എന്ന്. ഞാൻ പറഞ്ഞുടാ, അതൊരു കൊല്ലയില്ലേ, ഇപ്പൊ പിന്നെയും തിരിച്ചു വന്നില്ലേ. അല്ല, അവിടുത്തെ പ്രഹസനം കണ്ടിട്ട് എനിക്ക് കരച്ചിൽ വരുന്നില്ല, അതുകൊണ്ട് ഇതോർത്ത് ഇപ്പൊ ചങ്ക് പൊട്ടി കരഞ്ഞതാണ്.
അപ്പോഴാണ് എനിക്ക് മനസ്സിലായേ എൻ്റെ അമ്മയും അച്ഛനും തലേ ദിവസം ആകാശദൂത് സിനിമ ഇരുന്ന് കണ്ടത് എന്തിനാന്നുള്ളത്. അങ്ങനെ വൈകുന്നേരം പിന്നെ റിസപ്ഷന് ഞങ്ങൾ പോയപ്പോൾ എല്ലാ റിസപ്ഷനും കാണുന്ന പോലത്തെ കുറച്ച് സാധനങ്ങൾ അവിടെ കണ്ടു. കുറേ പിള്ളേർ കസാര അടക്കി വെക്കണു. അപ്പം ഞാൻ നല്ല പിള്ളേരാണെന്ന് വിചാരിച്ചിട്ട് പോയി നോക്കിയപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ കസാര കിട്ടിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് വന്നപ്പോൾ തൊട്ടിട്ട് ഈ കസാരയും പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക ഇവർ. അതേപോലെ ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടാവും. ഈ ചേട്ടനോട് രാവിലെ കല്യാണത്തിന്റെ സമയത്ത് അച്ഛന്റെ കാലൂറ്റ് വന്ദിക്കാൻ പറഞ്ഞപ്പോൾ ഇയാൾ അത് പറ്റില്ല, കുമുരം ഭീമാനോ കൊന്നാലും നിൻ മുന്നിൽ ഞാൻ കുമ്പിടുവാനോ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞ ആള് ഇപ്പൊ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ചേച്ചിയുടെ മുമ്പിൽ 2 മുട്ടും കുത്തി നിൽക്കണു. ഫ്യൂച്ചറിൽ എക്സ്പീരിയൻസ് ആയിരിക്കും, നല്ല കാര്യം, നല്ല ഭർത്താവായിരിക്കട്ടെ. എന്നിട്ട് ഇവര് വീഡിയോ എടുക്കാണ് ഡാൻസിന്റെ. അപ്പൊ ഈ ചേട്ടൻ പിസ്സ ഗോപുരത്തിന്റെ മുമ്പിൽ ഫോട്ടോ എടുക്കാൻ നിൽക്കണ പോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഈ ചേച്ചിയാണെങ്കിൽ ഷവർമ കറങ്ങണ പോലെ ഇവിടെ കറങ്ങുന്നുണ്ട് ഇങ്ങനെ. ഇതിപ്പോ ആരുടെ ജീവൻ എടുക്കാനുള്ള കറക്കലാന്ന് ആർക്കറിയാം. എന്നിട്ട് അവിടെ DJ ചേട്ടന്മാരൊക്കെ നിൽക്കുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ ചേച്ചിയുടെ അമ്മ വൻ കരച്ചില്. ഞാൻ പോയി ചോദിച്ചു, ആന്റി എന്തിനാ കരയണേ? ആന്റി പറയാം, എടാ ഗിഫ്റ്റ് കിട്ടിയ 2 ക്ലോക്ക് കാണാതെ പോയി, അടുത്ത ആഴ്ച 2 കല്യാണത്തിന് മറച്ചു കൊടുക്കാൻ വേണ്ടി വെച്ചതാണ്, അത് കാണാണ്ട് പോയി. അപ്പൊ ഞാൻ ഈ കല്യാണത്തിന്റെ കഥ പറഞ്ഞ് നിങ്ങളൊക്കെ വിചാരിക്കും കല്യാണത്തിനെ കുറിച്ച് പറയാനോ ചേച്ചീനെ കുറിച്ച് പറയാനോ എന്ന്. അല്ല, ഞാൻ വേറൊരു വ്യക്തിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്. നമ്മുടെ മാർക്ക് സുക്കർബർഗ് അണ്ണൻ. അതിങ്ങനെയാന്ന് പറയട്ടെ, പിറ്റേ ദിവസം കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം ചേച്ചി വൻ കരച്ചിൽ, ഭയങ്കര കരച്ചിൽ അപ്പുറത്ത്. ഞാൻ പോയി ചോദിച്ചു, ചേച്ചി എന്തിനാ കരയണേ? ചേച്ചി പറയാ, എടാ ഇന്നലെ എടുത്ത റീൽസ് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല, ഫേസ്ബുക്കിന്റെയും ഇൻസ്റ്റാഗ്രാമിന്റെയും ഒക്കെ സെർവർ ഡൗൺ ആടാ എന്ന് പറഞ്ഞിട്ട് സുക്കർബർഗിന്റെ ചീത്തവിളി. എന്നിട്ട് പുള്ളിക്കാരി 2 ട്വീറ്റ് ഇട്ടു. പിറ്റേ ദിവസം സുക്കർബർഗ് അണ്ണൻ ഫേസ്ബുക്കിന്റെ പേര് മാറ്റി ഫേസ്ബുക്ക് കമ്പനിയുടെ മെറ്റാന്നിട്ടു, META. അതിന്റെ അർത്ഥം എനിക്ക് പിന്നെയാണ് മനസ്സിലായി. എല്ലാവർക്കും ഉള്ള സന്ദേശമായിരുന്നു, മേലാൽ എന്റെ തന്തയെ അവഹേളിക്കരുത് എന്ന് പറഞ്ഞിട്ടായിരുന്നു അതിന്റെ അർത്ഥം. താങ്ക് യു, ദാറ്റ്സ് ബീൻ മൈ സൈഡ്. അവളുടെ കോമഡികൾക്ക് ഒരു സൈബർ ന്യൂജൻ ഹൈടെക് ഫീലൊക്കെ ഫീൽ ചെയ്തല്ലേ? നന്നായിരുന്നു, ഇഷ്ടമായി. നമുക്ക് ചേട്ടന്മാരോട് ചോദിക്കാം. സുധീഷ് ചേട്ടാ. അമൽ വളരെ നന്നായിരുന്നു, ഗംഭീരമായിട്ടുണ്ട്. താങ്ക് യു ചേട്ടാ. എനിക്ക് കണ്ടപ്പോൾ ഓർമ്മ വന്നത്, പണ്ട് ഞാനിങ്ങനെ മോണോ ആക്ടൊക്കെ അവതരിപ്പിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ വേറൊരു രീതിയിൽ വളരെ നാച്ചുറലായിട്ടാണ് അമൽ ചെയ്തിരിക്കുന്നത്. ഓരോ കഥാപാത്രത്തെയും വളരെ നാച്ചുറലായിട്ട് വളരെ ഈസി ആയിട്ടാണ് പെർഫോം ചെയ്തിരിക്കുന്നത്. അടിപൊളിയാണ്. താങ്ക് യു. അവന് ഈ ഡയാന പറഞ്ഞ കാര്യമുണ്ടല്ലോ, തമാശയുടെ ഈ മേഖലയിൽ നിന്നൊക്കെ നമുക്ക് തമാശ കിട്ടുമോ എന്ന് ചിന്തിക്കാവുന്ന ഒരു പ്രദേശത്ത് പോയിട്ട് കുറെ തമാശ എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ് അമല്. പറഞ്ഞതിനകത്ത് അമലിന്റെ കുറെ ഒബ്സർവേഷൻ, പിസ്സ ഗോപുരത്തിന്റെ മുന്നിൽ ഫോട്ടോ എടുക്കാൻ നിൽക്കുക എന്ന് പറയുന്നത്, ഈ പിസ്സ ഗോപുരം ഇങ്ങനെ പിടിച്ച് തൂക്കിയിട്ട പോലെ നിന്ന് ഫോട്ടോ എടുക്കുക, അങ്ങനെയൊക്കെയുള്ള ഓരോ സ്ഥലങ്ങളിൽ പോയാൽ ഫോട്ടോ എടുക്കുന്ന ആളുകൾക്ക് ഒരേ ചേഷ്ട കാണിക്കുന്ന ഒരുപാട് പേരുണ്ട്. ആ സ്ഥലത്ത് പോയാൽ അങ്ങനെ ഒരു ഫോട്ടോ എടുക്കണം എന്ന് നിർബന്ധമുള്ള പോലെ എടുക്കുന്നവരുണ്ട്. അപ്പം IPL ക്യാമറമാൻ ഇപ്പൊ വളരെ പ്രശസ്തനായിരുന്നു. ഒരുപാട് സുന്ദരികളായ പെൺകുട്ടികളുടെ ക്ലോസുകൾ ഇത്തവണത്തെ IPL ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് വന്ന 2 പേരാണ് നമ്മുടെ ഈ പ്രദേശങ്ങളിൽ ക്യാമറ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഈ ഓഡിയൻസിന്റെ ഇടയിൽ ആരൊക്കെ ഉണ്ടെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് ഇതിന് ടെലികാസ്റ്റ് കഴിയുമ്പോൾ കൃത്യമായിട്ട് അറിയാൻ പറ്റും. VPN വഴി കയറുന്ന കാര്യങ്ങൾ പറഞ്ഞു. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പുതിയ ആളുകൾക്ക് മാത്രം കണ്ടുപിടിക്കാൻ പറ്റുന്ന പോകുന്ന വഴികളിലൂടെയുള്ള തമാശയാണ്. അത് വളരെ പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, അടുത്തതായി എത്തുന്നു നമ്മുടെ സ്റ്റാൻഡപ്പ് കൊമേഡിയൻ അൻസിൽ ഫ്രം ട്രിവാൻഡ്രം. വെൽക്കം അൻസിൽ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു സോ മച്ച്. തമിഴ്ചേട്ടാ, അൻസിൽ മുൻപ് നമ്മുടെ ഷോയിൽ വന്നിട്ടുണ്ട്, ഗസ്റ്റ് ആയിട്ട് വന്നതാണ്. എനിക്ക് തോന്നുന്നു അവിടെ നിന്ന് വന്ന പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ് ഇവിടെ സ്റ്റാൻഡപ്പ് കോമഡിക്ക് വന്നിരിക്കുന്നത്. ഇവിടെ ഇരുന്ന ആളാണ്. അതെ അതെ അതെ, അവിടെ ഇരുന്നു. അവിടെ പുറത്ത് ഷൂട്ടിംഗ് കാണാൻ വേണ്ടി വന്നു. എന്നിട്ട് അവിടുന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ട് ഇങ്ങോട്ട് വന്നു. കാണുന്നുണ്ടോ സുധീഷേട്ടാ? അപ്പൊ ഇവിടെ വന്നിത് കണ്ടപ്പോ ഇതൊരു എളുപ്പമുള്ള പണിയായിട്ട് തോന്നിയോ? ഇല്ല, കുറച്ച് കട്ടിയുള്ള പണിയാ. കണ്ടപ്പോഴാണ് ഇത് കട്ടിയുള്ളതാണെന്നും അത് ചെയ്യണമെന്നും തോന്നിയത്. തീർച്ചയായും. അതെ, ഗംഭീരമായി. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. സുധീഷേട്ടാ. അൻസിലല്ലേ? അതെ. എവിടെ സ്ഥലം? തിരുവനന്തപുരം, പോത്തൻകോട് എന്ന് പറയുന്ന സ്ഥലമാണ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടയിൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ മാറി. അതായത് നമ്മൾ ഭക്ഷണം വാങ്ങുന്ന രീതി, പണം കൈമാറുന്ന രീതി, അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം സംഭവിച്ച ഒരു മേഖലയാണ് ബാർബറിങ്, മുടി വെട്ടുന്ന മേഖല. നമ്മൾ മുമ്പ് ബാർബറടുത്തായിരുന്നു മുടി വെട്ടാൻ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം മിക്ക ആൾക്കാരും മുടി വെട്ടാൻ പോകുന്നത് ഹെയർ ഡ്രസ്സറുടെ അടുത്തായിരിക്കും. ഒരു ദിവസം ഞാൻ എൻ്റെ വീട്ടിൽ നല്ല പണിയിലായിരുന്നു, നല്ല തിരക്കിലായിരുന്നു, നല്ല കട്ട പണിയെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു വാട്സാപ്പ് ഗ്രൂപ്പിൽ. ഇപ്പം എൻ്റെ ഭാര്യ വന്ന് എൻ്റെ അടുത്തിരുന്നു. എന്നോട് ചോദിച്ചു, നിങ്ങളുടെ ഫോൺ നിങ്ങൾ തന്നെ. ഏതൊരു ഭർത്താവും സ്തബ്ധനാകും പോലെ 2 സെക്കൻഡ് ഞാനും സ്തബ്ധനായി. ജീവിതത്തിൽ ഭർത്താക്കന്മാരെ വരുതിക്ക് നിർത്താൻ ദൈവം ഭാര്യമാർക്ക് 2 ബ്രഹ്മാസ്ത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്നാണ് ശാസ്ത്രം. അതിലൊന്നാണ്
ഇത് നിങ്ങളുടെ ഫോൺ നിങ്ങൾ തന്നെ, നിങ്ങളുടെ ഫോണിൻ്റെ പാസ്വേഡ് ഒന്ന് പറഞ്ഞേ എന്ന് പറഞ്ഞാൽ ഭൂമി രണ്ടായി പിളർന്ന് നമ്മൾ അതിനകത്ത് പോയാലും വേണ്ടില്ല. ഫോൺ എത്രയോ ഫോണുകൾ പൊട്ടിത്തെറിക്കുന്നു, നമ്മുടെ ഫോണും ഒന്ന് പൊട്ടിത്തെറിച്ചെങ്കിൽ എന്ന് നമ്മൾ അറിയാതെ ആഗ്രഹിച്ചു പോകും. രണ്ടാമത്തത്, നിങ്ങൾ പെട്ടെന്നൊന്ന് വീട്ടിലേക്ക് വന്നേ, എനിക്ക് നിങ്ങളോട് 5 മിനിറ്റ് സംസാരിക്കണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച മറന്ന കാര്യമല്ല, കഴിഞ്ഞ വർഷം മറന്ന കാര്യം പോലും നമ്മൾ കൃത്യമായി ഈ ആഴ്ച ചെയ്തു തീർക്കും. 5 മണിക്ക് ജോലി കഴിഞ്ഞ് വീട്ടിൽ വരുന്ന നമ്മൾ 10 മണിയായാലും വീട്ടിലെത്തില്ല. അങ്ങനെ ഞാൻ എൻ്റെ പ്രാണൻ പറിച്ചെടുക്കും പോലെ ഞാൻ ഫോൺ അവളുടെ കയ്യിലേക്ക് കൊടുത്തു. അൺലോക്ക് ചെയ്യാൻ പറഞ്ഞു, അൺലോക്ക് ചെയ്ത് കൊടുത്തു. പ്ലേ സ്റ്റോറിൽ കയറി വലിയ കാര്യത്തിൽ എന്തൊക്കെയോ ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്. ദൈവമേ, എൻ്റെ നീക്കങ്ങൾ അറിയാനുള്ള ഏതോ ആപ്പ് ഇറങ്ങിയിട്ടുണ്ട്, അത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള പരിപാടിയാണ് എന്നാണ് തോന്നുന്നത്. അങ്ങനെ എന്നോട് ചോദിച്ചു, നിങ്ങൾ എപ്പോൾ പോകും ചോദിച്ചാൽ, എവിടെ? മുടി വെട്ടാൻ. ഞാൻ പറഞ്ഞത് അത് എപ്പോഴെങ്കിലും പോയാൽ പോരെ, നിങ്ങൾക്ക് തോന്നുന്ന സമയത്ത് കയറി ചെല്ലാനേ, ഇത് കല്യാണ വീടൊന്നും അല്ല. ശരി, അതിനെപ്പോൾ പോകണം? നാളെ 4 മണിക്ക് നിങ്ങൾക്ക് ഞാൻ അപ്പോയിൻമെൻറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്, 4 മണിക്ക് പോകണം. മുടി വെട്ടാൻ അപ്പോയിൻമെൻറ്റാ? നിങ്ങൾ പോവോ ഇല്ലേ? ശരി, പോവാം. നിങ്ങൾ അവിടെ പോയി ആരെ കൊണ്ട് വെട്ടിക്കും? ഞാൻ പറഞ്ഞു, അവിടെ ഏതെങ്കിലും അണ്ണന്മാർ ഫ്രീ ആയിരിക്കും, ഏതെങ്കിലും ഒരു അണ്ണനെ കൊണ്ട് വെട്ടിക്കും. മനുഷ്യ, നിങ്ങൾ അവിടെ പോയി അണ്ണാ ചേട്ടാന്നൊന്നും വിളിക്കരുത്. അവിടെ 3 കാറ്റഗറിയിലുള്ള ആൾക്കാരാണുള്ളത്, അതിൽ ആരെങ്കിലും കൊണ്ട് വേണം വെട്ടിക്കാൻ. ശരി, ആരൊക്കെയത്? ഹെയർ ഡ്രസ്സർ, സീനിയർ ഹെയർ ഡ്രസ്സർ, മാസ്റ്റർ. ഇതിൽ ആരെങ്കിലും ഒരാളെ കൊണ്ടുവേണം വെട്ടിക്കാൻ. ഞാൻ ചോദിച്ചു, എന്താണ് വ്യത്യാസം? അത് 2 വ്യത്യാസങ്ങളുണ്ട്. 1 എക്സ്പീരിയൻസ് ആണ്, 2 400, 800, 1200. ഞാൻ പറഞ്ഞു, ദൈവമേ, മുടി വെട്ടാൻ 1200 രൂപയാ. പിറ്റേന്ന് 4 മണിക്ക് കൃത്യം ഞാൻ ആ പ്രസ്ഥാനത്തിന്റെ ഫ്രണ്ടിലെത്തി. ഞാൻ ഞെട്ടി. വാലെ പാർക്കിംഗ്, സെക്യൂരിറ്റി, താനേ തുറക്കുന്ന ഡോറ്, വെൽക്കം ഗേള്, നല്ല തണുത്ത AC, റോയൽ സോഫ, 65 ഇഞ്ച് TV. റിസപ്ഷനിൽ ചെന്നു, ഇരിക്കാൻ പറഞ്ഞു. ഒരു താലത്തിൽ എനിക്കൊരു വെള്ളം കൊണ്ട് തന്നു. ഞാൻ കുടിച്ചിട്ടിരുന്നപ്പോഴേക്കും അതാ 400 രൂപയ്ക്ക് ഞാൻ ബുക്ക് ചെയ്ത മുതൽ വന്നു. അവൻ എന്നോടൊരു ഡയലോഗ് ചോദിച്ചു, സർ ക്യാ മൈ ആപ്കാ ബാൽ ഛൂ സക്താ ഹൂം? ഇത് കേട്ടപാട് എൻ്റെ ഉള്ളംകാലിൽ നിന്നൊരു തീ മുകളിലോട്ട് പോയി. ഞാൻ കരുതി ഇവൻ എന്നോട് ജ്യൂസ് കുടിച്ചോ എന്നാണ് ചോദിച്ചത്. അപ്പം അടുത്തിരുന്ന ആളാണ് എന്നോട് പറഞ്ഞത്, ജ്യൂസ് വേണമെന്നല്ല, നിങ്ങളുടെ മുടിയിലൊന്ന് തൊട്ട് നോക്കിക്കോട്ടെ എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇവൻ വലിയ കാര്യത്തിൽ ഹിന്ദിയൊക്കെ വെച്ച് കാച്ചുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ 2 കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി. ഒന്ന്, നിങ്ങൾക്ക് അത്യാവശ്യം ഒരു ഹെയർ വാഷ് വേണം, അതിന് 200 രൂപയാവും. ശരി, ആയിക്കോട്ടെ, ഇനി അതായിട്ട് ഇനി കുറയ്ക്കണ്ട. അവൻ എന്നെ ആനയിച്ചൊരു റൂമിലേക്ക് കൊണ്ടുപോയി. അവിടെ ഒരു റിക്ലൈനിങ് ചെയറിൽ എന്നെ കിടത്തി വാഷ് ബേസിനിലേക്ക് എൻ്റെ തല ഇറക്കി വെച്ചു. അപ്പോൾ അവൻ എന്നോട് അടുത്ത ചോദ്യം ചോദിച്ചു, സാർ ഹോട്ട് വാട്ടർ ഓർ കോൾഡ് വാട്ടർ? അപ്പം ഞാൻ നോക്കിയപ്പം 400, 200, 600. എന്തായാലും ചൂടുവെള്ളത്തിൽ കഴിയില്ലെങ്കിൽ മോശമല്ലേ? അപ്പം ഞാൻ പറഞ്ഞു, ഹോട്ട് വാട്ടർ. ശരി സാർ. അപ്പോഴാണ് എനിക്ക് ബൈജോണിൻ്റെ കടയിലെ മറ്റേ കാര്യം എനിക്ക് ഓർമ്മ വന്നു. എൻ്റെ ജീവിതത്തിൽ എനിക്ക് പേടിയുള്ളൊരു സാധനം ബാർബറുടെ സ്പ്രേയറാണ്. നമ്മൾ വിചാരിക്കും ബാർബർ ഇപ്പം അടിക്കും, ഇപ്പം സ്പ്രേ അടിക്കും, ഇപ്പം സ്പ്രേ അടിക്കും എന്ന് വിചാരിക്കും. ഇത് അടിക്കാത്ത എന്താണെന്ന് പറഞ്ഞ് തുറന്ന് നോക്കുമ്പോഴായിരിക്കും കണ്ണിൽ തന്നെ പിസ്ക് പിസ്ക് 2 അടി. അത് കഴിഞ്ഞ് അവനെ എണീപ്പിച്ചിരുത്തി, തലയൊക്കെ തോർത്തി വേറൊരു കസേരയിൽ കൊണ്ടുവന്നിരുത്തി. ഇനിയാണ് ടെക്നിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ വീട്ടിൽ 10 ട്യൂബ് ലൈറ്റ് ഇട്ട് കത്തിച്ചിട്ട് നമ്മളെ കണ്ണാടിയുടെ ഫ്രണ്ടിൽ നിന്ന് നോക്കിയാലും നമുക്ക് മനസ്സിലാവും ഇത് വെട്ടേണ്ട മുടി തന്നെയാണെന്ന്. പക്ഷേ ഹെയർ സ്റ്റൈലിംഗ് സ്റ്റുഡിയോയിൽ പോയിരുന്ന് നമ്മൾ ഈ കസേരയിൽ നോക്കിയാൽ അന്ന് വരെ കാണാത്ത ഭംഗിയായിരിക്കും നമ്മുടെ മുടിക്ക്. ഇതെന്തിനാ വെട്ടുന്നത് നമുക്ക് തോന്നും. അങ്ങനെ അവൻ എന്നോട് ചോദിച്ചു, വിച്ച് സ്റ്റൈൽ സർ? അപ്പം അവൻ ഹിന്ദിയിലാണ് കാച്ചുന്നത്. അപ്പം എനിക്ക് അറിയാവുന്ന പോലെ ഞാനോട് പറഞ്ഞു, ദിസ് സൈഡ് ഷോർട്ട്, ദിസ് സൈഡ് ഷോർട്ട്, ദിസ് സൈഡ് മീഡിയം. അവൻ എടുത്ത വായിൽ പറഞ്ഞു, നോ സാർ. ഞാൻ പറഞ്ഞു, എന്താ കാര്യം? സാറ് സ്പൈക്കേ സാർ, സാറിന് സ്പൈക്കാണ് അടിപൊളി. നമ്മുടെ കുറവുകൾ ഇവനിങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ അതുവരെ കേട്ടിട്ടില്ലാത്ത ബ്ലാക്ക് ഹെഡ്, വൈറ്റ് ഹെഡ്, ടാന്, ഡീറ്റാന്, ഫേഷ്യൽ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ ഒരു ദുരന്തമാക്കിക്കൊണ്ടവനിരിക്കും. അങ്ങനെ ഇവൻ മുടി വെട്ടാൻ തുടങ്ങിയ കൂട്ടത്തിൽ ഇവനിങ്ങനെ ഫേഷ്യൽ ചെയ്യ സാർ, ഫേഷ്യൽ ചെയ്താൽ നന്നായിരിക്കും സാർ. ഇവൻ വെട്ടി തീരാറാവുന്നത് വരെ ഈ ഫേഷ്യൽ ചെയ്യുന്ന കാര്യം പറഞ്ഞത് അവസാനം സഹി കെട്ടിട്ട് ഞാൻ അതിന് സമ്മതിച്ചു. ഞാൻ ചോദിച്ചു, ഏതൊക്കെ ഫേഷ്യലുണ്ട്? ഗോൾഡ്, ഡയമണ്ട്, പ്ലാറ്റിനം. ശരി, എന്താണ് ഇതിലുള്ള വ്യത്യാസം? 2000, 2500, 3000. ശരി, 3000 എങ്കിൽ 3000. ഭാര്യ ആദ്യമായിട്ട് കണ്ടുപിടിച്ച് വിട്ടൊരു സ്ഥലമല്ലേ, 7 വർഷങ്ങൾക്ക് മുമ്പേ അവൾക്ക് പറ്റിയത് അബദ്ധമല്ല എന്നൊന്ന് തെളിയിച്ചേക്കാം. ശരി, ഡയമണ്ട്. അവനും ഞെട്ടി. അവൻ അവിടെ നിന്ന് എണീപ്പിച്ച് വേറൊരു റൂമിൽ കൊണ്ടിരുത്തി. നീല വെളിച്ചം, വെള്ളരിക്ക വെട്ടി കണ്ണിൽ വെച്ചു, ചാരി കിടത്തി, പഞ്ഞിയൊക്കെ എടുത്ത് കണ്ണിൽ വെച്ചു. അവൻ്റെ പരിപാടി തുടങ്ങി. ഒരു 2 മണിക്കൂറത്തെ പരിപാടി. നമ്മളെ ഫേസ് ക്ലീൻ ചെയ്യും, സ്റ്റീം അടിക്കും, വേണ്ട പരിപാടികളൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഒരു 2 മണിക്കൂർ കഴിഞ്ഞ ശേഷം പതുക്കെ ലൈറ്റ് ഓണാക്കി ഈ വെള്ളരിക്കയൊക്കെ മാറ്റി നമ്മളോട് ചോദിക്കും, ഇപ്പം നോക്കൂ സാർ. അപ്പോഴാണ് ആ സത്യം ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ ഈ സ്ഥലം അറിയാൻ കുറച്ച് വൈകിപ്പോയി. എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്നെ ഇത്രയും സുന്ദരനായി കണ്ടിട്ടില്ല. സംഭവം
ഞാൻ ഇന്ന് അപ്പം വിചാരിച്ചു ഇന്നവൾ ഞെട്ടി തകരും. ഈ സംഭവത്തിന്റെ ടെക്നിക്കുണ്ട്. ഇതെനിക്ക് കുറച്ചു കാലം കഴിഞ്ഞതിന് ശേഷം എനിക്ക് മനസ്സിലായത്. നമ്മളൊരു 2 മണിക്കൂർ കണ്ടിന്യൂസ് കണ്ണടച്ചിരിക്കുന്നു. എന്നിട്ട് നമ്മളോട് പെട്ടെന്ന് കണ്ണ് തുറന്ന് ഒരു 0 വാട്ട് ബൾബിൽ നോക്കാൻ പറഞ്ഞാലും 500 വാട്ട്സിന്റെ ഹാലജനിൽ നോക്കിയ പോലെ ഇരിക്കും. ഞാൻ ഈ കത്തിച്ചിട്ട ഹാലജൻ കൊണ്ട് നേരെ കൗണ്ടറിൽ പോയി ബില്ലടച്ചു. നേരെ കാറി കയറി ഫുൾ AC ഇട്ട് വെയിലൊന്നും കൊള്ളാം നേരെ വീട്ടിൽ പോയി. ഇന്നവളെ ഞെട്ടും. ഞാൻ ഡോറിന്റെ ഫ്രണ്ടിൽ ചെന്ന് ഇങ്ങനെ നിന്നു. ബെല്ലടിച്ചു. അവളൊന്ന് ഡോറ് തുറന്നു. അകത്തോട്ട് കയറി. ഞാനും അന്ന് തപ്പിച്ചു പോയി. 500 വാട്ട്സിന്റെ ഹാലജൻ 1/2 കിലോമീറ്റർ ദൂരം നിന്ന് അടിക്കേണ്ടതായിരുന്നു. പാവം എന്തെങ്കിലും പണിയിലായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. ഞാനും പുറകെ പോയി. നേരെ ചെന്ന് പുള്ളിക്കാരത്ത് വലിയ പണിയില്ല. പത്രം കഴുകുന്നു, പച്ചക്കറി അരിയുന്നു. ഒന്ന് തിരിഞ്ഞ് നോക്കിയിരുന്നെങ്കിൽ എനിക്ക് അടുത്ത പണിക്ക് പോകാമായിരുന്നു. എൻ്റെ ഒരു ധർമ്മസങ്കടം നിങ്ങൾ മനസ്സിലാക്കണം. 3600 രൂപ മുടക്കിയിട്ട് ഞാൻ വന്ന് നിൽക്കുകയാണ്. ഒന്ന് തിരിഞ്ഞു നോക്കി കൊള്ളാം എന്ന് പറഞ്ഞെങ്കിൽ എനിക്കൊരു സമാധാനം. അങ്ങനെ ഭർത്താക്കന്മാർക്കും ഇതേപോലെ ദൈവം ഒരു ബ്രഹ്മാസ്ത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് ഇടയ്ക്കിടയ്ക്കേ കിട്ടുള്ളൂ. ഞാനും അതെടുത്തു കൃത്യസ്ഥാനത്ത് തന്നെ കൊള്ളിച്ചു. ഞാൻ ചോദിച്ചു, ഈ ഇടയായി നീ ശരീരം തീരെ ശ്രദ്ധിക്കുന്നില്ല കേട്ടോ. കൃത്യം അതുകൊണ്ട് അവൾ ചെയ്തുകൊണ്ടിരുന്ന പണി നിർത്തി നേരെ എൻ്റെ നേരെ തിരിഞ്ഞു. നിങ്ങൾക്ക് എന്ത് പറ്റി? സാധാരണ ഇങ്ങനെയൊന്നും എൻ്റെ അടുത്തൊന്ന് വർത്താനം പറയാത്തതാണല്ലോ. നിങ്ങളെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കിയ സാധാരണ ആരെങ്കിലുമൊക്കെ ചൊറിഞ്ഞ് ഫേസ്ബുക്കിൽ സ്റ്റാറ്റസ് ഇടുന്നതാണല്ലോ. ഇന്ന് എന്താ പറ്റിയത് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ ആത്മരോക്ഷം കൊണ്ട് ഞാൻ അവളോട് പറഞ്ഞു, നീ പറഞ്ഞ സ്ഥലത്ത് അതും നിനക്ക് വേണ്ടി 2.5 മണിക്കൂർ ചെലവാക്കി 3000 രൂപ മുടക്കി ഞാൻ ഇവിടെ വന്ന് നിന്നിട്ടും എൻ്റെ മുഖത്ത് നിനക്ക് ഒരു വ്യത്യാസവും നിനക്ക് തോന്നിയില്ലേ? ഓ അതാണ് കാര്യം. അവൾ എൻ്റെ അടുത്തേക്ക് വന്നു. എൻ്റെ അടുത്ത് മുഖത്ത് നോക്കി പറഞ്ഞു, ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കണം. അപ്പോഴാണ് എനിക്ക് മുരളീഗോപി ചേട്ടൻ പറഞ്ഞ ഒരു ഡയലോഗ് എനിക്ക് ഓർമ്മ വന്നത്. ദിസ് ഈസ് ദ ബിഗിനിങ് ഓഫ് സംതിങ്. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, ഇനി നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ദൈവമേ, ഇനി എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ ജീവിതത്തിൽ ഇവളുടെ കാര്യത്തിൽ തലവെക്കേണ്ടി വരുമോ എന്തോ. താങ്ക് യു. കൊള്ളായിരുന്നു കേട്ടാ. താങ്ക് യു. അടിപൊളിയായിരുന്നു. രമേശ് ചേട്ടാ, സിദ്ധു ചേട്ടാ? വളരെ ഗംഭീരമായിരുന്നു. ഒരുപാടധികം ആളുകൾ ഈ വിവാഹത്തിന്റെ സമയത്ത് മാത്രമാണ് പണ്ടൊക്കെ ബ്യൂട്ടി പാർലറിൽ പോയിക്കൊണ്ടിരുന്നത്. ഇന്നൊക്കെ എല്ലാവരും ഡയാനെ പോലെ ആഴ്ചയിൽ 1 വീതം അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ പോകുന്നുണ്ട്. എല്ലാവരും അല്ല, കുറച്ചെങ്കിലും ആളുകൾ പോകുന്ന ഒരു കാലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. അവിടുത്തെ കുറേ അധികം കാര്യങ്ങൾ വളരെ രസകരമായിട്ടും ഭംഗിയായിട്ടും അവതരിപ്പിച്ചു. എല്ലാം ഒന്നും പാഴായില്ല. എല്ലാവരും ചിരിക്കുകയും ആസ്വദിക്കുകയും ഒക്കെ ചെയ്തു. താങ്ക് യു. സിദ്ധു ചേട്ടാ? പെൻസിൽ വളരെ നന്നായിരുന്നു. താങ്ക് യു. നല്ലൊരു ഫ്ലോ ഉണ്ടായിരുന്നു മൊത്തത്തിൽ. പിന്നെ രമേശ് പറഞ്ഞ പോലെ ഇതെല്ലാവർക്കും എന്താ പറയുക, റിലേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റമാണത്. മിക്ക ആൾക്കാർ, പ്രത്യേകിച്ച് ഇപ്പോഴുള്ള എല്ലാ ആളുകളും തന്നെ ഇടയ്ക്കിടയ്ക്ക് ബ്യൂട്ടി പാർലറിൽ പോകാറുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റിയ ഐറ്റമാണ്. പിന്നെ എനിക്ക് കേട്ടപ്പോൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ആക്ടർ ഇന്ദ്രജിത്തിന്റെ ഒരു വോയിസ് മോഡുലേഷൻ പോലെ ഇങ്ങനെ ഒരു ഇടയ്ക്കൊരു ഫീലിംഗ് വന്നു പറയാറുണ്ട് അല്ലേ? അതെ. ഇപ്പൊ എന്തായാലും വളരെ ഗംഭീരമായിട്ടുണ്ട്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ബ്യൂട്ടി പാർലറിൽ പോകുന്നവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. ഇത് നിങ്ങളെ രഹസ്യമായിട്ടാണോ പോകുന്നത്? എല്ലാരും പോകാറുണ്ടെന്ന് എനിക്ക് കണ്ടാലും. എല്ലാരും പോകും, വെറുതെ കൈപൊക്കൊണ്ടിരിക്കുവാണ്. നിങ്ങൾ ആരും സത്യം പറയാൻ ഇപ്പൊ തയ്യാറല്ല അല്ലെ? ഒരു തവണയെങ്കിലും പോയിട്ടുള്ള ഒരു കൈപൊക്കിക്കേ. മതി. അല്ലെ, എല്ലാ കുടിയന്മാരും അങ്ങനെയാണ്. സ്ഥിരം കുടിക്കാൻ പോയെങ്കിലും നിർബന്ധിച്ചു കഴിഞ്ഞാൽ വല്ലപ്പോഴും എന്നേ പറയാറുള്ളൂ അല്ലെ? നിങ്ങൾ എവിടുന്ന് വരുന്നവരാണ് എല്ലാവരും? ഞങ്ങൾ പാലക്കാട് നിന്നാണ് വരുന്നത്. ശ്രീ സായി നഴ്സിംഗ് സ്കൂൾ ആൻഡ് മെഡിക്കൽ ടെക്നോളജി, വടക്കഞ്ചേരി. ആണോ? ഇങ്ങോട്ട് വരാൻ വേണ്ടിട്ട് ബ്യൂട്ടി പാർലറിൽ പോയില്ലേ? പോയിണ്ട്. ഇല്ലെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഡയാന സമ്മതിക്കൂല. ഞങ്ങൾക്ക് പോയവരുടെ മുഖം കണ്ടാലറിയാൻ പറ്റും. കേട്ടാ, ഗംഭീരമായി. ഫാൻസിൽ വളരെ മനോഹരമായ രസകരമായ പെർഫോമൻസ് ആയിരുന്നു. വീണ്ടും നമ്മുടെ വേദിയിൽ എത്തില്ലേ? തീർച്ചയായും. നമസ്കാരം. ഡയാന, വൺസ് അപ്പോൺ എ ടൈം കൊച്ചിൻ. അതെ. മാഡം അല്ലേ? അതെ. കൺഗ്രാറ്റുലേഷൻസ്. ഇതെന്തിനാ? രക്ഷപ്പെട്ടില്ലേ? ഞാൻ കുറച്ചു നാള് മുൻപേ രക്ഷപ്പെട്ടതാണല്ലോ. ഈ വിനയം, ഇതാണ് ഡയാനയുടെ ഐശ്വര്യം. അല്ല, സാധാരണ ഏതെങ്കിലും ഒരു ദൈവം ഈ വീടിന്റെ ഐശ്വര്യം എന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്. ഡയാനയുടെ വിനയം ഇവിടെ എന്താ ഐശ്വര്യം എന്ന് മനസ്സിലായില്ല. കോടീശ്വരി അല്ലേ? കോടീശ്വരി. അതിന് മാത്രമുള്ള പൈസയൊന്നും ഈ പരിപാടിയിൽ നിന്ന് ഞങ്ങൾ കൊടുക്കുന്നില്ലല്ലോ. അയ്യോ, ഇനി പിഷാരുടെ കാശും വേണ്ട, ഈ ജോലിയും വേണ്ട. ചേട്ടാ, ഉള്ള കഞ്ഞിയിൽ പാറ്റിയിടല്ലേ. സസ്പെൻസ് എടുത്ത് കാര്യം പറയൂ നിങ്ങള്. ഒന്ന് ഡയാന മാഡം ഒരിക്കലും ഇനി പേടിക്കണ്ട. ഇനി ഒരാളുടെ മുമ്പിൽ കൈ നീട്ടാൻ വേണ്ട. ഇവിടെ വന്ന് ഈ വളവളാന്ന് വർത്താനം പറയണ്ട. ആണോ? പിന്നെ ഡയാനെ രക്ഷപ്പെടുത്താൻ, പിഷാരെ രക്ഷപ്പെടുത്താൻ, കേരളത്തെ രക്ഷപ്പെടുത്താൻ ഒരാൾ ഇവിടെ
എത്തിയിട്ടുണ്ട്. ആരാത്? ആരാണ്? ആരാണെന്നോ? ആ. ക്രാന്തദർശി, വ്യവസായ പ്രമുഖൻ, കോടാനുകോടി സ്വത്തിന്റെ അധിപൻ, സർവോപരി പ്രവാസി. വിളിക്കട്ടെ? ഇങ്ങോട്ട് വന്നേ, കേറി വാ. കണ്ടോ? ഡയാനക്കെല്ലാം മനസ്സിലായോ? ആ, പറ ആ, പറ ആ, പറ 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 പറ. അതെ, അത് തന്നെ. ചെറിയ ലാഗ് അടിക്കുന്നുണ്ട് കേട്ടോ. ലാഗ് അടിക്കുന്നുണ്ടോ? എൻട്രി നന്നായെങ്കിലും വന്നപ്പോ തന്നെ ലാഗ് വരുവാ. ആണോ? ആ. എന്നാ ലാഗ് അടിക്കണ്ട, പിഷായിട്ട് പറയൂ. പറ പറ. ലാഗ് അടിക്കുന്നു. അതെ, ഇവിടെ ഒരാൾക്കും അങ്കിളിനെ മനസ്സിലായിട്ടില്ല. വെറുതെ ലാഗ് അടുപ്പിക്കാതെ ആ കൊച്ചിനോട് ആരാന്നുള്ള കാര്യം പറയും. ആ കൊച്ചു പറ്റാക്കൊന്ന് വീഴും. അതെ ഡയാന, എന്നെ കുറിച്ച് അറിയണമെങ്കിൽ ഒരു 24 വർഷം പിന്നോട്ട് നടക്കണം. ഞാൻ മുന്നോട്ട് പോലും നടക്കാറില്ല, കാറിലാ പോവാറ്. 24 വർഷങ്ങൾക്ക് മുമ്പ് ഡയാന അന്നൊരു കുഞ്ഞു വാവയായിരുന്നു. തൊട്ടിൽ കിടന്നുറങ്ങുന്ന ഒരു കുഞ്ഞു വാവ. ആ വാവയുടെ ദേഹത്ത് കിടന്ന സ്വർണത്തിന്റെ അരഞ്ഞാണം, സ്വർണത്തിന്റെ വള, സ്വർണത്തിന്റെ തള, ഇതെല്ലാം ഒരു കള്ളനെന്ന് അടിച്ചുകൊണ്ടുപോയി. ആരെങ്കിലും ഇത് പറഞ്ഞായിരുന്നോ മോളോട്? ഉണ്ട്, മമ്മി പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ആരും അടിച്ചോണ്ട് പോയിന്ന്. അന്ന് അടിച്ചുകൊണ്ടുപോയത് കള്ളനല്ല, നിന്റെ അങ്കിളായ ഈ അല്ലു അങ്കിൾ. തനിക്ക് നാളെ ഓർമ്മിക്കിടുന്ന കൊച്ചിന്റെ കയ്യിൽ നിന്ന് പാദസൂര് സ്വർണ്ണമൊക്കെ അടിച്ചോണ്ട് പോവാൻ. താനല്ല അങ്കിൾ, അങ്കിൾ. അങ്കിൾ എന്ന് പറഞ്ഞ് വന്നേക്കുന്ന ഇത്രയും വർഷത്തിന് ശേഷം തന്നെ ഞാൻ നോക്കിയിരിക്കും. വിഷയം ഉണ്ടാക്കരുത്. വിഷയം ഉണ്ടാക്കാതെ പിന്നെ അതിനുള്ള പ്രതിവിധിയായിട്ടാണ് ഈ അങ്കിൾ ദുബായിൽ നിന്ന് വന്നിരിക്കുന്നത്. ഇതിലുള്ളതെല്ലാം ഡയാനക്കുള്ളതാണ്. എന്റെ അങ്കിൾ. മോളെ, അത് ഇതല്ല അങ്കിള്, അങ്കിളുടെ പെട്ടി. അങ്കിളാണ് നിൽക്കുന്നത്, അവിടെ കെട്ടി. അല്ല, ദുബായിൽ നിന്ന് വരുന്ന എല്ലാവർക്കും ഉള്ള അനുഭവമാണിത്. പെട്ടി കണ്ടു കഴിഞ്ഞാൽ ആളെ മറന്നു പോകും. പെട്ടി പിടിച്ചോളൂ, പെട്ടി എടുത്തോളൂ, പെട്ടി എടുത്തോളൂ. ഇതൊക്കെ എനിക്കല്ലേ അങ്കിൾ? അല്ലേ അങ്കിൾ അല്ല, അല്ലു അങ്കിൾ. ഞാൻ ഈ അല്ലു അങ്കിൾ വന്നതിന്റെ സന്തോഷം എല്ലാവരുമായിട്ടും പങ്കിടുകയാണ്. ഇഞ്ചി മിഠായി, അവിടെ അവിടെ ഇഞ്ചി മിഠായി. ഇഞ്ചി മിഠായി അല്ല, ചോക്ലേറ്റ്, ചോക്ലേറ്റ്. എല്ലാവർക്കും സമ്മാനമുണ്ട്. എല്ലാവർക്കും ഒത്തിരി ഒത്തിരി സമ്മാനമായിട്ടാണ് വന്നിരിക്കുന്നത്. എന്റെ ഒരു എൻട്രി ഒരു പഞ്ചായിരിക്കണം. ആ പച്ച ചുരിദാർ ഇങ്ങോട്ട് വരൂ, വരൂ, വരൂ. ഒത്തിരി സമ്മാനങ്ങളാണ്. പിടിച്ചോളൂ. ആദ്യം വന്നവർക്ക് മകളെ ചെല്ല്. ഇത് നമ്മുടെ അങ്കിള് ഇന്ന് കേരളം രക്ഷപ്പെടുകയാണ്. വേഗം വാ, കേറി വാ, കേറി വാ. അതെ. എല്ലാവരും കേറി വാ, എല്ലാവരും കേറി വാ. ഓടി വാ, ഓടി വാ, ഓടി വാ. മേടിച്ചോ, മേടിച്ചോ. ആ, കേറി. മേടിച്ചോ. അതെ. ആ, കൊടുക്കൂ. അതെ, അമ്മാവോ മക്കളെ, ഞങ്ങൾക്കൊന്നുമില്ലേ? എല്ലാം ഓഡിയൻസിന് കൊണ്ടുപോകാൻ ഞങ്ങൾക്കൊന്നുമില്ലേ? നിങ്ങൾക്കുള്ളത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. Yes. ഞാൻ ഇവർക്ക് കൊടുക്കട്ടെ. എന്റെ ഒരു സന്തോഷം. ഡ്രൈവർ പെട്ടിയെടുക്കും. ഓക്കെ ഓക്കെ. ഡയാന പറഞ്ഞിട്ടുണ്ട് പണ്ട് ഇങ്ങനെ ഒരു ധനികനായ അമ്മാവനുള്ള കാര്യമില്ല. സുശേഷനോട് പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിട്ടുണ്ട്. അത് എവിടെയാണെന്ന് അറിയില്ല പറഞ്ഞു. ഞങ്ങള് കാത്തിരിക്കുവായിരുന്നു, എന്തെങ്കിലും വരുമെന്ന് അറിയായിരുന്നു. അപ്പൊ നിങ്ങൾക്കുള്ള സമ്മാനം അല്ല, എനിക്ക് എന്തെങ്കിലും സസ്പെൻസ്. ഏ? സസ്പെൻസ്. ഏ? പിടി. മോതിരം. പൂമ ബാം. ഓ, അയ്യോ, ബ്രാൻഡഡ് ആണ്, ബ്രാൻഡഡ് ആണ്. പ്യൂമ. പൂമയുടെ ബാമോ? ഇതാണോ 20 വർഷം കഴിഞ്ഞിട്ട് ഗൾഫിൽ നിന്ന് വന്നിട്ട് എനിക്ക് കൊണ്ട് തന്നെ ഇത് നിങ്ങൾ ടൈഗർ ബാം. നാട്ടുകാർക്ക് ഒരു തലവേദനയാണെന്ന് അറിഞ്ഞു. ആ തലവേദന മാറാൻ വേണ്ടി കൊണ്ടുവന്നു. എനിക്ക് എന്താ സ്പെഷ്യൽ അല്ലോ? സുധീഷയ്ക്ക് ഞാൻ ഒരു സമ്മാനം തരാൻ വേണ്ടി അവിടെ അന്വേഷിച്ചു. കിണ്ടിയായിരുന്നു ഞാൻ നോക്കിയത്, പക്ഷെ അവിടെ ഇല്ല. ദുബായിൽ കിണ്ടിയില്ല. എങ്കിലും ഒരു എമർജൻസി. ചുമ്മാ കാത്ത് മുഖക്കോട്ടം കത്തട്ടം കണ്ടു, തിളങ്ങട്ട കത്തിച്ചു. അപ്പൊ സന്തോഷമല്ലോ. ഡ്രൈവർ പട്ടിയെടുക്കും, പെട്ടിയെടുക്കും. അല്ലു അങ്കിൾ. എല്ലാവരും മനസ്സിൽ കയറണം. അല്ലു അങ്കിൾ. എന്ത് സാധനം നമ്മൾ കൊടുക്കും. അതെ, പിഷാരടിക്ക് ആളെ വേണ്ടത്ര മനസ്സിലായിട്ടില്ല. തരാം. ആ, പിഷാരടി ഈ ഫേസ്ബുക്ക് ഒന്നും വാട്സപ്പ് ഇൻസ്റ്റാഗ്രാം ഒന്നും ചെക്ക് ചെയ്യാറില്ലേ? നമ്മളുണ്ടല്ലോ അതിനകത്ത്. ഇല്ല, നിങ്ങളില്ലേ? ഉണ്ടല്ലോ, ചെക്ക് ചെയ്യാറ്. എന്നിട്ടും ആളെ മനസ്സിലായില്ല. നിങ്ങൾ ഫേസ്ബുക്കും വാട്സപ്പ് ഇൻസ്റ്റാഗ്രാമും നോക്കാറില്ല, ആളെ മനസ്സിലായില്ല. വൈറലല്ലേ, വൈറൽ. വൈറൽ. പിന്നെ ലോകം മുഴുവൻ
വൈറലായി നിൽക്കുന്ന ആളല്ലേ. ഞാൻ എയർപോർട്ടിൽ നിന്ന് ഇയാളെ എന്റെ വണ്ടി കയറ്റി വന്നപ്പോ ആലുവയിൽ ഒരു ബ്ലോക്ക്, ആ ബ്ലോക്കിൽ വണ്ടി നിർത്തിയപ്പോ അവിടെ നിന്നുണ്ട് ആൾക്കാർ വിളിച്ചു നോക്കിയാ ആ അങ്കിളല്ലേ ഈ അങ്കിൾ, ഈ അങ്കിളല്ലേ ആ അങ്കിൾ, ഈ അങ്കിൾ. ആ മുട്ടായി കഴിക്കും. താങ്ക് യു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തറിയാമോ, എന്റെ കാറിന്റെ സീറ്റിലുണ്ടായിരുന്ന എന്റെ ടവലില്ലേ ആ ടർക്കി എടുത്തിട്ട് ഞാൻ ചില്ലിന്റെ ഉള്ളിൽ മാറ്റിയിട്ടിട്ട് മൂടി പൊതിഞ്ഞ് ഈ ആളെ ഇവിടത്തോളം വരെ എത്തിച്ചത്. എന്താ വൈറലായത് എന്താണ്? ഞാൻ പാട്ട് പാടും. പാട്ട് പാടിയത് വൈറലായോ? ആ പാട്ട് പാടി വൈറലായി. ഞാൻ വരികൾ എഴുതി പാട്ട് പാടുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു പാട്ട് പാടുമോ? അങ്ങനെ പെട്ടെന്ന് പാടാൻ പറ്റില്ല, വന്നല്ലേ ഉള്ളൂ. നമുക്ക് പിന്നീട് പാടാം. ആ പിഷാരടി, ആ. എനിക്ക് കുറച്ച് സ്ഥലം കിട്ടുമോ? ഞാൻ നമ്മുടെ സുഹൃത്തുക്കൾക്ക് എറണാകുളത്ത് 1-2 സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, പ്രോപ്പർട്ടി നോക്കാൻ. അല്ല, ഞാൻ വേണമെങ്കിലേ കോഴിക്കോട് ഒരു സ്ഥലം നോക്കാൻ വേണമെങ്കിൽ കോഴിക്കോട് ലോങ്ങാ, ഇവിടെ നിന്ന് ലോങ്ങാ ആണോ? ഇവിടെ തന്നെ കിട്ടും. അല്ല, ഞാൻ എറണാകുളത്ത് തന്നെ നമ്മുടെ 1-2 പരിചയക്കാരുണ്ട്. അവര് ഈ റിയൽ എസ്റ്റേറ്റിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണ്. ഞാൻ അവരോട് പറഞ്ഞിട്ട് 1-2 നല്ല പ്രോപ്പർട്ടീസ് കാണിച്ചു തരാം. എത്ര ഏക്കർ വേണം? ഏക്കർ പറഞ്ഞോ. എനിക്കൊരു പാവിരിക്കാനുള്ള സ്ഥലം മതി. പാവിരിക്കാനോ? ഇവിടെ അങ്ങനെ പാവിരിക്കാനും കിടത്താനും ഒന്നും പറ്റിയല്ല, നമുക്ക് മനസ്സിലായി. വേണ്ട. നടക്കില്ല കേട്ടോ. വേണ്ട ആ വേണ്ട. ഫുഡ് കിട്ടുമോ? ഫുഡോ? ഫുഡ് വേണമെങ്കിൽ ഇവിടെ തൊട്ട് ബാക്കി പോയ ക്യാൻറ്റീനിൽ പോയ രാവിലത്തെ ഇഡലി ഉണ്ടാവും. രാവിലത്തെ ഇഡലി എന്നൊക്കെ പറഞ്ഞാ ഒരു 3 കിട്ടുമോ? ഉറപ്പായിട്ടും കിട്ടും. ആ എങ്കിൽ ഡ്രൈവർ വണ്ടി എടുക്കൂ. എവിടേക്കാണ് ഓട്ടം? അൽ ഇഡലിപുര. അയ്യോ ബാഗ്. അയ്യോ. And now we have the segment The Excellence Award. Once upon a time ന്റെ വേദിയിൽ എക്സലൻസ് അവാർഡ് സ്വീകരിക്കുവാനായി എത്തുന്ന നമ്മുടെ അതിഥി, ഹാസ്യകലാരംഗത്ത് ഒരു പിടി മികച്ച സംഭാവനകൾ നൽകിയ കലാകാരൻ ശ്രീ സജീവൻ കലാഭവൻ. ഏറെ സ്നേഹത്തോടെ നമുക്ക് ഫൺസിന്റെ വേദിയിലേക്ക് ശ്രീ സജീവൻ കലാഭവനെ സ്വാഗതം ചെയ്യാം. സജീവേട്ടാ നമസ്കാരം. നമസ്കാരം. സുധീഷേട്ടാ, സജീവ് കലാഭവൻ. പിന്നെ മനസ്സിലായി, ഒരുപാട് പരിപാടികൾ കണ്ടിട്ടുണ്ട്. ഗംഭീര പെർഫോമൻസ് ആണ് എല്ലാത്തിനും. അതെ, ഞാന് കുറെ വർഷങ്ങൾക്ക് മുമ്പ് കലാഭവന്റെ ഒരു പരിപാടി കാണുമ്പോൾ നമ്മൾ ആരും പ്രതീക്ഷിക്കാതെ അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു അനൗൺസ്മെന്റ്, ഏതോ ഒരു പാട്ട് വരുന്നു. ആ പാട്ടിൽ ഒരു രജനീകാന്ത് സ്റ്റേജിലോട്ട് കയറി വരികയാണ്. കണ്ണടയൊക്കെ വെച്ച് ഒരു വരവ് സ്റ്റേജിലേക്ക് വന്നിട്ട് ഉത്സവപ്പറമ്പിലിരിക്കുന്നവരെല്ലാം ഞെട്ടിപ്പോയി. ഒറിജിനൽ രജനീകാന്ത് വന്നാൽ എത്ര കൈഡി കിട്ടുമോ അത്രയും കൈഡി കിട്ടിച്ചുകൊണ്ടാണ് സജീവേട്ടൻ വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ സ്കിറ്റുകൾ അവതരിപ്പിക്കുമ്പോൾ വിധത്തിലും തരത്തിലുമുള്ള കഥാപാത്രങ്ങളെ ആ സ്കിറ്റുകളിലെല്ലാം ഭംഗിയായിട്ട് അവതരിപ്പിക്കുക, നമ്മൾക്ക് അങ്ങനെ കണ്ടുപരിചയമില്ലാത്ത ചില കഥാപാത്രങ്ങളെ മോൾഡ് ചെയ്ത് ഉണ്ടാക്കുക, അങ്ങനെ ഒരുപാട് പണികൾ എടുക്കുന്ന ഒരാളാണ് സജീവൻ ചേട്ടൻ. സജീവേട്ടൻ എത്ര വർഷമായി മേഖലയില്? ഞാനിപ്പോ കലാഫീൽഡില് 30 വർഷമായി. കലാഫീൽഡിൽ എന്ന് പറഞ്ഞാൽ തുടക്കം തൊട്ടേ മിമിക്രി തന്നെ ആയിരുന്നു അതോ? കലാഫീൽഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തുടക്കം തുടങ്ങി മിമിക്രി ആയിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് എഴുത്ത് പരിപാടികൾ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യാൻ പോയിട്ടുണ്ട്. അതുപോലെ പല നാടൻ പാട്ട് കലാരൂപങ്ങൾ, അങ്ങനെ ഒരുപാട്. അതെ, 30 വർഷം മുമ്പ് എങ്ങനെയായിരുന്നു മിമിക്രിയുടെ തുടക്കം? മിമിക്രിയുടെ തുടക്കം എന്ന് പറയുന്നത് ഞങ്ങളൊരു 5 പേര് കൂടിയായിരുന്നു. നമ്മുടെ പിഷാരടിക്കാരെയും നമ്മുടെ വിശ്വൻ, എൻ്റെ അളിയൻപുള്ളി, പിന്നെ ഒരു ഷൺമുഖൻ എന്ന് പറയുന്ന ഒരു 5 പേര് കൂടി കൊണ്ട് ഞങ്ങൾ പണ്ട് അമ്പലപ്പറമ്പുകളിലും അതുപോലെ ക്ലബ്ബുകളിലൊക്കെ പ്രോഗ്രാം അവതരിപ്പിച്ചു വരുന്ന സമയത്ത് ആണ് കൊച്ചിൻ കലാഭവനിലേക്ക് വിളി വന്നത്. അങ്ങനെ വിളി വന്നു പറഞ്ഞാൽ തന്നെ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ഇൻ്റർവ്യൂ അന്ന് ഒരു 41 പേരാണ് അന്ന് ഇൻ്റർവ്യൂ ചെയ്തത്. ആ ഇൻ്റർവ്യൂ ചെയ്തത് അന്ന് KS പ്രസാദേട്ടനും മണിച്ചേട്ടനുമായിരുന്നു. അന്ന് നമ്മുടെ ടിനി ടോം അടക്കം അവിടെ വന്നു. കിട്ടിയത് 3 പേർക്കാണ്, എനിക്കും കോട്ടയത്തുള്ള 2 പേർക്കും. ടിനിച്ചേട്ടൻ ഇപ്പോഴും പറയും കലാഭവനിൽ ഇന്റർവ്യൂവിന് പോയിട്ട് എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരാളാണ് ടിനിച്ചേട്ടൻ. അന്ന് കലാഭവനിൽ ഇന്റർവ്യൂവിന് എന്ത് കാണിച്ചിട്ടാണ് അവരെ വീഴ്ത്തിയത്? അല്ല, അന്ന് അവിടെ കോമഡിക്ക് ആളെ വേണ്ട. കാരണം അന്ന് മണിച്ചേട്ടനുണ്ട്, പല ആർട്ടിസ്റ്റുകളും അവിടെ ഉണ്ട്. മ്യൂസിക് ഐറ്റംസിനായിരുന്നു അന്ന് അവിടെ ആളാവശ്യം. നമ്മുടെ വാഴക്കുളം ആന്റണി ചേട്ടൻ അന്ന് മ്യൂസിക്കുകൾ ഒരുപാട് അനുകരിക്കുന്ന വ്യക്തിയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മ്യൂസിക്കുകൾ എനിക്ക് വളരെ താല്പര്യം തോന്നി. ഞാൻ മ്യൂസിക്കുമായിട്ട് ബന്ധപ്പെട്ടാണ് കലാഭവനിലേക്ക് വരുന്നത്. ഈ മിമിക്സ് ഗാനമേളയ്ക്ക് നമ്മൾ ഈ ഓർക്കസ്ട്ര ഗാനമേളയുടെ കാര്യം പറയുന്നത് പോലെ തന്നെ സ്ട്രിങ് സൈഡും റിതം സൈഡും ഉണ്ട്. നമ്മൾ ആർട്ടിസ്റ്റുകളെ ട്രൂപ്പിൽ ബുക്ക് ചെയ്യുമ്പോൾ സ്ട്രിങ് വായിക്കുന്ന ആള്, റിതം വായിക്കുന്ന ആള്, അങ്ങനെ 2 സെക്ഷനിലായിരുന്നു. സജീവൻ ഏതിലായിരുന്നു ഉണ്ടായിരുന്നത്? ഞാൻ സ്ട്രിങ് സൈഡായിരുന്നു. ലീഡ് സ്ട്രിങ് സൈഡ് ലീഡ് വായനക്കാരല്ലേ? അമ്പലപ്പുഴയുടെ ഒക്കെ ലാസ്റ്റ് സ്ട്രിങ്സ് ഉണ്ടല്ലോ, ഞാനിപ്പോ കറക്റ്റ് ആവുമെന്ന് എനിക്കറിയാൻ പാടില്ല. അതൊക്കെ ചെയ്തുകൊണ്ട് നമുക്കൊന്ന് വെറുതെ അതൊന്ന് കേട്ടാലോ സജീവ് ചേട്ടാ? നോക്കാം.
എത്ര വർഷം മിമിക്സ് ഗാനമേളയ്ക്ക് സ്ട്രിങ് വായിച്ചു? മിമിക്സ് ഗാനമേളയ്ക്ക് ഒരുപാടൊന്നും വായിച്ചിട്ടില്ല, ഒരു 3-4 വർഷം, അതിൽ കൂടുതലായിട്ടില്ല. നടന്മാരെ ആരൊക്കെ അനുകരിക്കും? നടന്മാര് ഞാൻ ആദ്യം അനുകരിച്ചതെന്ന് പറഞ്ഞ കുതിരവട്ടം മൊപ്പ് സാറിന്റെ ആയിരുന്നു. പിന്നെ അന്ന് കാലഘട്ടത്ത് കുറെ തമിഴ് നടന്മാരെ, സെന്തില്, കൗണ്ടമണി, അങ്ങനെ ആ ബേസ് ചെയ്തിട്ട് കുറെ ചെയ്തിട്ടുണ്ട്. പിന്നീട് രജനി സാറിലേക്ക് വന്നു, അങ്ങനെ പിന്നെ MG സോമൻ, അങ്ങനെ വേണ്ട ഒരു സജീവട്ട കാണിച്ച വളരെ സന്തോഷമായിരുന്നു. അത് ഞാൻ കാണിക്കാം, കുഴപ്പമില്ല. കേട്ടോ തിരുമേനി, എൻ്റെ അപ്പൻ സായിപ്പിനെ കൊന്നിച്ച് കഴിമരത്ത് കയറുന്ന കാലത്ത് ഈ നിൽക്കുന്ന കുന്നേലവത് കുട്ടിയുടെ അപ്പനും പെമ്പിളയ്ക്കും ബ്രണ്ണൻ സായിപ്പിൻ്റെ ബംഗ്ലാവിലാ പണിയെന്ന് വച്ചാൽ സായിപ്പിനെ കുളിപ്പിക്കണം, പിന്നെ പെടുപ്പിക്കണം, പിന്നെ കിടക്ക കൊടിഞ്ഞു വിരിച്ച് കിടത്തണം. നിന്നെ അല്ലടാ, നിന്റെ അപ്പൻ്റെ അപ്പം കൂട്ടിക്കൊടുത്ത കഥയായി പറയുന്നേ. കള്ള് കച്ചവടത്തിനും അതെ, കർത്താവിൻ്റെ കാര്യത്തിനും അതെ. എനിക്കൊരു മെത്രാച്ഛൻ്റെ മെഡല വേണ്ട. ഐ ആം ഔട്ട് സ്പോക്കൻ. വരട്ടേടോ. ഹാ பழைய சோட்ட பல்லு விழுக்காம பிஞ்சிரு பரதேஷினி மனசுக்குள்ள நினைச்சு இவரோட சொல்றாரு. பாப்பு, இது நீங்க கட்டி போற பெண்ணு கிடையாது, இது நான் கட்டி கூட வச்சுக்கோட பொண்டாட்டி. ஐயா ராசாது ராசா, அருணாசலா, படையப்பா, தளபதி, மன்னா, கிளம்பிங்க அண்ணா, குதூகலமான குடும்பத்தில் கும்மி அடிச்சுட்டு போயிடாத ஐயா. கிளம்பிங்க ஐயா, கிளம்பிங்க ஐயா. ഞാൻ തമിഴ് സാറെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരുപാട് വേദികളിൽ, ഒരുപാട് സ്റ്റേജ് ഷോയിൽ, സിനിമയിൽ വരും ചെയ്തിട്ടുണ്ട് രജനി സാറിന്. എനിക്കൊരു ഭാഗ്യം ലഭിച്ചത് എന്താന്ന് പറഞ്ഞില്ലേ പിഷാരടി, രജനി സാറിന് ഡബ് ചെയ്യാൻ സാധിച്ചു. பாஷா, மாணிக் பாஷா என்ன சொன்ன? கூட்டம் சேர்த்து விடலாம், ஜெயிக்க முடியான்னு சொன்னேன்ல, உண்மைதான். ஆனால் எங்கிட்ட இருக்கிற கூட்டம் நான் சேர்த்த கூட்டம் அல்ல, அன்பால தான் சேர்ந்த கூட்டம். என்ன தனி சாம்ராஜ்யம், அன்பு சாம்ராஜ்யம். இதை யாராலையும் அழிக்க முடியாது. பாஷா, நான் ஒரு தடவை சொன்னா 100 தடவை சொன்ன மாதிரி. பாய். പിന്നെ നമ്മുടെ ഞാനൊരു കോഴിക്കോട്ടുകാരനായതുകൊണ്ട് ചോദിക്കുകയാണ്, പപ്പുവേട്ടനെ അവതരിപ്പിക്കുന്നല്ല പറഞ്ഞേ? പപ്പുവേട്ടനെ കാരണം നല്ല ഘനമായിട്ടുള്ള വോയിസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്, അല്ലേ? അതെ അതെ. അപ്പൊ നമുക്കൊന്ന് ഇവിടെ ചെറിയൊരു പപ്പുവേട്ടൻ്റെ ഒരു സാധനം. അതിന് മുന്നോടിയായിട്ട് കാര്യം പറഞ്ഞോട്ടെ സാറേ, ഞാൻ നടന്മാരുടെ ട്രെയിൻ എന്ന് പറഞ്ഞ ഒരു സെഗ്മെന്റ് ചെയ്യുമായിരുന്നു. മണിച്ചേന്റെ കാസറ്റിലൊക്കെ ഞാനാണ് ആദ്യമായിട്ട് ചെയ്തത്. പിന്നീട് ഒരുപാട് പേര് അത് ചെയ്തിട്ടുണ്ട്. ഈ നടന്മാർക്ക് ട്രെയിൻ ഉണ്ടായാൽ അത് എങ്ങനെ ഓടും, എങ്ങനെ സഞ്ചരിക്കും, എങ്ങനെ പോകും, അതിന്റെ ശബ്ദ വ്യത്യാസം എന്താണെന്ന് പറയുമ്പോൾ പൂവട്ടൻ കയറി വരുന്നുണ്ട്. അതിനകത്ത് വരുന്നുണ്ട്. ആ ഒരു സാധനമാണ് ചെയ്യാൻ പോകുന്നത്. അല്ല, എൻ്റെ ട്രെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നാന്തരം ട്രെയിനാണ്, പുഷ്പു ട്രെയിനാണ്. മുമ്പിൽ നിന്ന് വലിക്കും, പുറകെ നിന്ന് തട്ടും, നടുക്ക് വെച്ച് പൊട്ടിപ്പോവും. അതാണ് പുഷ്പു ട്രെയിൻ. അല്ല 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 അല്ല, അത് പറഞ്ഞപ്പോ ഒരു കള്ളി ചിരിക്കണ്ട, എച്ചാട്ടിയാൻ വെച്ചിരും. കല്ല 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 കല്ല. എൻ്റെ അമ്മ, താങ്ക് യു. മിമിക്രി മാത്രമല്ല, സജീവേട്ടൻ നല്ലൊരു മ്യൂസിക് ഗായകനാണ്, മ്യൂസിക് കമ്പോസറാണ്, ലിറിസിസ്റ്റ് ആണ്, അല്ലേ? അങ്ങനെ എഴുതി ഹിറ്റായ ഗാനങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവും. പല പാട്ടുകളുടെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ചത് ആരാണ് എന്ന് നമുക്ക് അത്രയ്ക്ക് അറിയില്ല. ഇപ്പൊ സജീവൻ ചേട്ടൻ തന്നെ എഴുതി, സജീവൻ ചേട്ടൻ തന്നെ സംഗീതം കൊടുത്ത്, മണിച്ചേട്ടൻ പാടിയ ഒരു പാട്ട് സജീവേട്ടൻ പാടും. നിങ്ങൾ കേട്ടിട്ടുണ്ടോ നോക്ക്. കൊട്ടാങ്ങീള കൊയിലപ്പം വിളിയാങ്ങീള ഏരൂരിൻ കുഞ്ഞിക്കണ്ണൻ കുഞ്ഞാങ്ങള്. കൊട്ടപ്പം കൊട്ടാങ്ങീള കൊയിലപ്പം വിളിയാങ്ങീള ഏരൂരിൻ കുഞ്ഞിക്കണ്ണൻ കുഞ്ഞാങ്ങള്. ഒരു നല്ലൊരു ആങ്ങളമാര് പാടിത്തരൂ വാങ്ങി, മുടി നല്ലൊരു വേങ്ങന്മാരൊന്നാടിത്തരാം. ഇന്ന് പോവണ്ടാങ്ങീള നാളെ പോവണ്ടാങ്ങീളെ, ഇന്നത്തൊരു സന്ധി ഉറങ്ങിയിട്ട് നാളെ പോകാം. കൊട്ടപ്പം കൊട്ടാങ്ങീള കൊയിലപ്പം വിളിയാങ്ങീള ഏരൂരിൻ കുഞ്ഞിക്കണ്ണൻ കുഞ്ഞാങ്ങളെ. മലയാളികൾ എപ്പോഴും ആ ഒരു താള
താളത്തില് രസിച്ച് പാടുന്ന ഒരു പാട്ട്. അപ്പൊ അതിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ചത് നമ്മുടെ സജീവേട്ടനാണ് എന്ന് ഞാൻ ഈ വേദിയിൽ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ബിഗ് താങ്ക്സ് ടു യു നമ്മുടെ വേദിയിൽ നമുക്ക് വേണ്ടി അവതരിപ്പിച്ചതിൽ. അപ്പൊ എന്തായാലും നമ്മുടെ വേദിയിൽ ഫൺസ് അപ്പോൺ എ ടൈമിന്റെ വേദിയിൽ എക്സലൻസ് അവാർഡ് സ്വീകരിക്കാനായിട്ട് ഞങ്ങളെ വിളിച്ചു. സന്തോഷത്തോടെ വന്നതിലും ഇത്രയും നേരം നമ്മോടൊപ്പം ചെലവഴിച്ച് നമുക്ക് പെർഫോമൻസുകളൊക്കെ കാണിച്ചു നൽകും ഒരുപാട് സന്തോഷം. ഞങ്ങളുടെ ഒരു സ്നേഹാദരം ഏറ്റുവാങ്ങണം. അത് അദ്ദേഹത്തിന് നൽകാനായിട്ട് രമേശ് ചേട്ടനെ സുധീഷ് ചേട്ടനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു പ്ലീസ്. ശ്രീ കലാഭവൻ സജീവേട്ടൻ 30 വർഷങ്ങളായി കലയുടെ ലോകത്ത് വിരാജിക്കുന്ന ഒരു കലാകാരനാണ്. അദ്ദേഹം മിമിക്രി ആർട്ടിസ്റ്റാണ്, ഗായകനാണ്, സംഗീത സംവിധായകനാണ്, അഭിനേതാവാണ്, ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ്, ഫിഗർ ഷോകൾ ചെയ്തിട്ടുണ്ട്. സർവോപരി നല്ലൊരു മനുഷ്യനാണ്. അങ്ങനെ കലാലോകത്തും വ്യക്തിജീവിതത്തിലും ഒരുപാട് ഗുണഗണങ്ങളുള്ള കലാകാരൻ. അദ്ദേഹത്തിന്റെ സാന്നിധ്യം കൊണ്ട് നമ്മുടെ പരിപാടിയെ ധന്യമാക്കിയിരിക്കുകയാണ്. മാത്രമല്ല, ഞാൻ ഈ പറഞ്ഞതിലൊന്നും പെടാത്ത ഒരു വിശേഷം കൂടെ അദ്ദേഹം എടുത്ത് തലയിൽ വെച്ചിട്ടുണ്ട്. അത് ഉടനെ തന്നെ മലയാളികൾ അറിയും. വെള്ളക്കുതിര എന്ന പേരിലൊരു ചലച്ചിത്രം സംവിധാനം ചെയ്ത ശേഷമാണ് ഇന്ന് നമ്മളോടൊപ്പം സജീവേട്ടൻ ഈ വേദിയിൽ നിൽക്കുന്നത്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഇന്നത്തെ എപ്പിസോഡിലെ ബെസ്റ്റ് പെർഫോമർ ആരാന്ന് നോക്കാം. അൻസിൽ തിരുവനന്തപുരം, അമൽ പൂനെ, ഇവർ രണ്ടുപേരുമാണ് ഇന്ന് പെർഫോം ചെയ്തത്. നമുക്ക് ഇവരിൽ ആരാണ് എന്ന് തീരുമാനിക്കുന്നതിന് മുൻപ് ഇവർ രണ്ടുപേരെയും സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അമൽ, അൻസിൽ, 2 മികച്ച പ്രതിഭകൾ ഒപ്പത്തിനൊപ്പം മത്സരിച്ചു. 2 പേരും വളരെ വ്യത്യസ്തമായ മേഖലകളിലുള്ള തമാശകളാണ് നമ്മളോട് ഇന്ന് പങ്കുവച്ചത്. ഈ 2 പ്രകടനങ്ങളിൽ കുറച്ചുകൂടെ മികച്ച എന്നത് സുധീഷയുടെ ഇവിടെ 1ഉം 2ഉം സ്ഥാനവും ഇല്ല കേട്ടോ. നമ്മളെപ്പോഴും 2 ഒന്നാം സ്ഥാനത്തിൽ കൂടുതൽ നല്ലത് ആരാണെന്ന് മാത്രമേ നോക്കാറുള്ളൂ. അതാണ് ഈ പരിപാടിയുടെ പ്രത്യേകത. അപ്പൊ കൂടുതൽ മികച്ചു നിന്നത് ഇന്നത്തെ എപ്പിസോഡിൽ അൻസിലാണ്. ഇന്നത്തെ ബെസ്റ്റ് പെർഫോമറായി തിരഞ്ഞെടുക്കപ്പെടുന്നു അൻസിൽ. വേർഷൻ 2.0 ഒരു മനോഹരമായ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും മറ്റൊരു എപ്പിസോഡിലൂടെ കാണാം. Until then, bye.